ഉലുവയും കടുകും പൊടിച്ച് ഏറെ നാൾ ഇങ്ങനെ കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാവുന്ന ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ പൊടികളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പൂത്തു പോകുമല്ലേ. അങ്ങനെ പൂക്കാതെ ഏറെ നാൾ സൂക്ഷിച്ചു വെക്കാനും അതുപോലെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടിച്ചു വെച്ചാൽ ആവശ്യമെടുത്ത് ഉപയോഗിക്കാൻ പറ്റുവേ. ചെറിയ ചെറിയ ടിപ്സുകളേ ഉള്ളൂ, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നത്. അതിന് വേണ്ടിയിട്ട് ഉലുവയോ അതുപോലെ കടുക് എന്താണെന്ന് വെച്ചാലും പൊടിച്ചാൽ അത് നല്ല വൃത്തിയുള്ളൊരു കണ്ടെയ്നറിനകത്താക്കി വെക്കണം. ഒട്ടും കാറ്റ് കിടക്കാത്ത കണ്ടെയ്നർ ആയിരിക്കണേ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം. എത്ര കാലം വേണേലും അങ്ങനെ ഇരുന്നോളുവേ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 100 ഗ്രാം ഉലുവയും 100 ഗ്രാം കടുക്കുമാണ്. ഇതിന് മുമ്പ് ഞാൻ മല്ലിയും ഒക്കെ പൊടിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഉലുവ പൊടിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും അതുപോലെ മണവും കിട്ടും കേട്ടോ. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല മൂത്ത് കിട്ടുമ്പോൾ ഒരു മണം വരികയല്ലേ, ആ സമയമാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പം ഏകദേശം നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാവേ. ഇതുപോലെ തന്നെ നമുക്ക് കടുകും വറുത്തെടുക്കണം. സെയിം അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കടുകും 100 ഗ്രാം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പൊടിച്ചു വെക്കുന്നത്. ഈ കടുകും അതുപോലെ തന്നെ ഇരുമ്പ് ചീനച്ചട്ടി ഇട്ടെന്ന് ചൂടാക്കി എടുക്കണം. ഇത് പൊട്ടി വരും കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല പൊട്ടി വരും. ചെറിയ തീയിലിട്ടേ ചെയ്യാവുള്ളൂ. ഇപ്പം കടുകും ഏകദേശം മൂത്ത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതും ഒന്ന് വാങ്ങി വയ്ക്കാവേ. വാങ്ങിയൊരു ഒട്ടും നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് വേണം വെക്കാൻ കേട്ടോ. ഉണങ്ങിയ പാത്രമാണെങ്കിലേ ഉള്ളൂ ഇത് പൊടിക്കുമ്പോഴത്തേക്ക് പൂപ്പലൊന്നും തട്ടാതെ നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കത്തുള്ളേ. അതിന് വേണ്ടിയിട്ടാണ്. കടുക് മൂത്ത് വരുന്ന സമയത്ത് നല്ല പൊട്ടാൻ തുടങ്ങുവേ. ആ പാകത്തിന് വേണം നമുക്ക് ഫ്ലെയിം ഓഫാക്കാൻ. ചെറിയ തീയിലിട്ട് തന്നെ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. ഇപ്പം കടുകും ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്കിട്ട് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. തണുക്കാൻ വെക്കുന്ന പാത്രം നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. ഒട്ടും വെള്ളമയം പാടില്ല കേട്ടോ. വെള്ളമയം ഉണ്ടെങ്കിൽ ഇത് പൊടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത് പരത്തി വെച്ച് കൊടുക്കണം, ഇല്ലേ ഇതിനകത്തുനിന്ന് തന്നെ ആവി വരും. ഇപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാമേ. ഞാൻ പൊടിച്ചെടുക്കുന്ന കുറച്ച് തരിതരിപ്പായിട്ടാണ് ഇവിടെ പൊടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊടിച്ചാൽ നമ്മൾ പൂനമാങ്ങയൊക്കെ ഇടുന്ന സമയത്ത് അതേ സ്റ്റൈലിൽ മാങ്ങ ഇടൂലേ, ഒന്നോടെയൊക്കെ ആണേലും അന്ന് ആ സമയത്തൊക്കെ ഉപയോഗിക്കാനും, പിന്നെ അതുപോലെ തന്നെ സാമ്പാർ വെക്കുന്ന സമയത്ത് ഉലുവയാണേലും എടുക്കാം, മീൻകറിക്കാണേലും എടുക്കാം. മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് നല്ല കൊഴുപ്പ് കിട്ടാൻ ഇങ്ങനെ ഉലുവ പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. കടുക് അച്ചാറിലെല്ലാം ചേർക്കാൻ വേണ്ടി ഇങ്ങനെ പൊടിച്ച് വെക്കണം. ഇനി നമുക്കിത് ഒട്ടും തണുത്ത് പോകാത്ത ഒരു കുപ്പിക്കകത്തേക്ക് മാറ്റാം. നല്ല ഉണങ്ങിയ കുപ്പിയായിരിക്കണം അതും. ഇനി ഞാൻ ആ കുപ്പിക്കകത്തേക്ക് ഇട്ടതിന് ശേഷം ഞാൻ അടച്ചു വെക്കുന്നത് കാണിക്കാവേ. അതുപോലെ അടച്ചു വെക്കുകയാണെങ്കിൽ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. ഒരിക്കലും ഇത് കേടാവത്തില്ലേ. ഇങ്ങനെ വെക്കാൻ അറിയാത്തൊക്കെ ആൾക്കാർ ഒരുപാടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഉലുവ പൊടിച്ച് ഞാനൊരു കുപ്പിക്കകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും കാറ്റ് കിടക്കാതെ ഒന്ന് അടച്ചു വെക്കണം. ഈ കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി നാളിരുന്നോളും കേട്ടോ. ഇത് ഞാൻ ഫോയിൽ വെച്ച് അടച്ചു വെക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫോയിൽ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടിൻ്റെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അടച്ചു വെച്ചാൽ മതി. കവറിങ് നല്ല ഇരുന്നാൽ മാത്രമേ ഒട്ടും വായു കിടക്കാതെ ഇരിക്കത്തുള്ളേ. അതിന് വേണ്ടിയിട്ടാണ്. നല്ല തണുത്തതിന് ശേഷം വേണം കുപ്പിക്കകത്താക്കാൻ. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കടുകും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. കടുക് പൊടി ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഫോയിൽ വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടച്ചതിന് ശേഷം നല്ല ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. മാറ്റി വയ്ക്കാം. ഏത് മസാല പൊടിച്ചാലും ഇതുപോലെ തന്നെ അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം ഇരുന്നോളും. പുറത്ത് വെക്കണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ അടുത്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വിലയേറിയ കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ. ഇനി ഞാൻ വെറൈറ്റി ആയിട്ടൊരു വേറൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. എല്ലാ കൂട്ടുകാർക്കും റമദാൻ കരീം.